പാർട്ടിക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് പാർട്ടി നിർവഹിച്ചത്. അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥ നിങ്ങൾ ഗൌരവത്തിൽ ആലോചിക്കുകയും പാർട്ടി സംഘടനാ രംഗത്ത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നുമില്ലാതെ ചില പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി ഗൌരവപൂർവ്വം ആലോചിച്ച് സംഘടനാപരമായ കർശനമായൊരു നിലപാട് സ്വീകരിച്ചു. ആ കർശനമായ നിലപാട് പിന്നെ എങ്ങനെയാ അപമാനകരമായ നിലപാടാകുക? അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ അപമാനകരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരുത്താനാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊട്ടിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ എന്ന കൃത്യമായ മെസ്സേജാണ്, എന്ന കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലയാണ് ഇന്നലെ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശരിയായ ഒരു ഉദാഹരണം മാത്രമാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ വിഭാഗീയത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിലെ വേറെ ഒരു വിഭാഗീയത എന്നത് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അതിനെന്ത് വേണമെങ്കിൽ വിളിക്കാം. ഒറ്റപ്പെട്ട സംഭവമാണ്. 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ. ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ലേ അവിടെ ഇവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ. ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപൂർവല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 207 ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ്. എവിടെയും കാര്യം ഗൌരവകരമായി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിന്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതി തന്നെയാണ്. ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ. ലോക്കൽ സമ്മേളനവും ഇല്ല, ഏരിയ സമ്മേളനവും ഇല്ല. ഇല്ല, ആരും അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ഊണിത്തുറയിൽ വേറൊരു പ്രശ്നമാണ്. അതൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ, SFI നേതാവിനെ വെട്ടിക്കൊന്ന പൈലി എന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ. ആ രീതിയല്ല CPIMന്റെ രീതി. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പപ്പോൾ ഇടപെടും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതന്നെയാണ് പാർട്ടി തീരുമാനിക്കുന്നത്. തിരുവല്ലയിൽ മാത്രമല്ല, എവിടെയും ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലുടനീളാണ് പറയുന്നത്. കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വലിയ വേറാവേണ്ട യാതൊരു കാര്യമില്ല. അതും ഇതന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം. സമാന്തരമൊന്നുമില്ല. എന്ത് കൺവെൻഷൻ മുതൽ വേറെ ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തുന്നത് സമാന്തര കൺവെൻഷൻ, ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തി സമാന്തര കൺവെൻഷൻ പറയും. അത് നിങ്ങളുടെ ഭാഷയാണ്, പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ. അവിടെയൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. അല്ല, ഞങ്ങള് എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല. ഒരു സമ്മേളനം അവിടെ നടക്കൂല. തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടുകൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുള്ളൂ. അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാവാം, ഒക്കെ ആവാം. കർശന നിർദ്ദേശമാണ്. ഇനി ആ അഡ്ഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൌരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി
അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക.